ഹലോ ഗേസ്, മിനിയേച്ചർ വർക്കിന് വേണ്ടി ഏതൊരു വണ്ടിൻ്റെയും മെഷർമെൻറ്റ് നമ്മളുടേതായ അളവിൽ എങ്ങനെ നമുക്കൊരു പേപ്പറിലോട്ട് വരച്ചെടുക്കാം, അത് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നത് പറഞ്ഞു തരുന്ന സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ സൈഡ് വ്യൂ ആണ് വരക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ബാക്ക് വ്യൂവും ഫ്രണ്ട് വ്യൂവും ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുക, കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യണം ഗൂഗിളിൽ നിന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ പോവുകയാണ്. BMW M3 GTR തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സാമ്പിളായി കാണിച്ചു തരുന്നത്. അപ്പോൾ BMW M3 GTR ഫ്രണ്ട് വ്യൂ എന്ന് ആദ്യം അടിക്കണം. എന്നിട്ട് ഈ ഒരു ഫോട്ടോ, ഇത് അത്യാവശ്യം ക്ലിയറുള്ളൊരു ഫോട്ടോ ആണ്, അതുപോലെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ് ഈ ഒരു ഫോട്ടോ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. ഒരു ഫോട്ടോ അത്യാവശ്യം കൊള്ളാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഒരു ബാക്ക് വ്യൂവും പാടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഈ ഒരു രണ്ട് ഫോട്ടോ വലിയ കുഴപ്പമില്ലാത്ത മാതിരി തോന്നി. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഡൗൺലോഡ് ചെയ്യുകയാണ്. അതിനുശേഷം BMW M3 GTRൻ്റെ ബ്ലൂ പ്രിൻ്റ് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്തായിരുന്നു. ഡൗൺലോഡ് ചെയ്യാത്തവർ ഒന്നും പാടെ ഡൗൺലോഡ് ചെയ്യാം ബ്ലൂ പ്രിൻ്റ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടീൻ്റെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചില വണ്ടികളത് ഇപ്പോൾ പജേറോ പോലെയുള്ള ചില വണ്ടികളത് ഇതിൻ്റെ അകത്ത് കിട്ടണില്ല. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാത്തവർ, അതായത് ഒരു ഫോട്ടോൻ്റെ അകത്ത് തന്നെ 3 വ്യൂ, മെയിനായിട്ട് 3 വ്യൂ ആണ് കിട്ടേണ്ടത്. ഒന്ന് സൈഡ്, ഫ്രണ്ട്, ബാക്ക്. ഇത് മൂന്നും ഒരേ ഫോട്ടോൻ്റെ അകത്ത്, ഒറ്റ ഫോട്ടോൻ്റെ അകത്ത് കിട്ടണം. അങ്ങനെ കിട്ടുന്ന ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ഫോട്ടോ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ബ്ലൂ പ്രിൻ്റ് നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ മാക്സിമം സൂം ചെയ്യുക. ഈ ഒരു സൈഡ് വ്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു വ്യൂ കിട്ടണം മാക്സിമം നമ്മൾ ഈ ഒരു സ്ക്രീനോട് ഇതാക്കിയിട്ട് നിർത്തുക. ഇപ്പോൾ കണ്ടിട്ട് കറക്റ്റായിട്ട് എത്രയോ പോകത്തുള്ളൂ. ഇതിൻ്റെ മേലെ പോകാതിരിക്കലാണ് നല്ലത്. നമുക്ക് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇത് എത്ര സെൻറ്റിമീറ്ററാണ് എന്ന് നോക്കുക. അതായത് നമ്മൾ സ്ക്രീനിൻ്റെ അതേ ലെങ്ത് ആക്കരപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്ററാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് നമ്മൾ കറക്റ്റാക്കിയിട്ടാണ് നിർത്തിയിരുന്നത്. പക്ഷേ അത് 12.2 ആയിരുന്നു അപ്പോൾ കിട്ടിയത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് 12 ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് മാർക്ക് ചെയ്യുക. 12 സെൻറ്റിമീറ്ററാണ് നമുക്കിത് കിട്ടിയത്. ഇനി ഇത് സൂം ഔട്ട് ചെയ്യാതെ, അതായത് പഴയ മാതിരി ആക്കാതെ ഇങ്ങോട്ട് നീക്കിക്കൊണ്ട്, ഒരു മാറ്റം നിങ്ങളിത് വരുത്തരുത്. ഇങ്ങോട്ട് നീക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇവിടെ ഈ ഒരു ഇതിൻ്റെ ലെങ്ത്ത്, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്ത് എത്രയും നോക്കുക. ഇതിപ്പോൾ ഇതിൻ്റെയാണ് നേരത്തെ നമ്മൾ നോക്കിയത്. നേരത്തെ നോക്കിയ സമയത്ത് 12 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെയും പാടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫ്രണ്ട് വ്യൂവിൻ്റെത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂവിൻ്റെത് നോക്കിയ സമയത്ത് ഏകദേശം 4.8 സെൻറ്റിമീറ്ററാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെ ഒരു മാറ്റവും വരുത്താതെ ബാക്ക് വ്യൂവിൻ്റെയും പാടെ നോക്കാം. ബാക്ക് വ്യൂവും ഏകദേശം ഒരേമാതിരി തന്നെ ആയിരിക്കും. അത് 4.8 സെൻറ്റിമീറ്റർ തന്നെയാണ് ബാക്ക് വ്യൂവും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നേരത്തെ ഒരു ഫോട്ടോയിൽ 12 സെൻറ്റിമീറ്ററാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഇതും അതുപോലെ ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും 4.8 സെൻറ്റിമീറ്റർ ആണ് വന്നത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ കഴിഞ്ഞ സൈഡ് വ്യൂ എഡിറ്റ് ചെയ്ത് ഒരു ഗ്രിഡൊക്കെ വരുത്തിയ സമയത്ത് ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം ഇതിൽ എത്ര സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ഫോട്ടോ, അതായത് ഈ വണ്ടീൻ്റെ ഫോട്ടോ മാത്രം ഉൾപ്പെടുത്താവൂ, അല്ലാത്തതൊന്നും ഉൾപ്പെടുത്തരുത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്പോയിലർ കഴിഞ്ഞിട്ടും ചെറിയൊരു ഭാഗം കണ്ടില്ല, ഒരു ഇട വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂട്ടരുത്. അതൊന്നും കൂട്ടാതെ ഏകദേശം എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് എന്ന് നോക്കുക. അതുപോലെ ഈ ഒരു ഭാഗം അതൊക്കെ ഒഴിവാക്കണം. അതുപോലെ ഈ മുകൾ ഭാഗത്തൊന്നും ഇവിടെ വണ്ടീൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം മൊത്തം ഒഴിവാക്കണം. അതൊക്കെ ഒഴിവാക്കിയിട്ട് എത്ര സെൻറ്റിമീറ്ററാണ് എന്ന് ഇതിൻ്റെ ഒരു ലെങ്ത്ത് നമ്മൾ നോക്കണം. അപ്പോൾ എന്തായാലും അത് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്ത ലെങ്ത്ത് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ 25 സെൻറ്റിമീറ്റർ വണ്ടി ഇല്ല, 24 സെൻറ്റിമീറ്റർ ഇതിൽ ഏകദേശം വണ്ടി വരുന്നുള്ളൂ. ബാക്കി
ബാക്കി 1 സെൻറ്റിമീറ്റർ ഇതിൽ ചുമ്മാ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും 24 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക. 24 സെൻറ്റിമീറ്റർ മാത്രമേ ഇതിൽ വണ്ടി വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഒരു നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ മുകളിൽ സ്ക്രീൻ വെച്ചപ്പോൾ നമുക്ക് കിട്ടിയ അളവാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ അതിൽ ലെങ്ത്ത് വരുന്നത് 12 സെൻറ്റിമീറ്ററാണ് നമുക്ക് ലെങ്ത്ത് കിട്ടിയത്. അതുപോലെ 4.8 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ബ്രെഡ്ത്ത് കിട്ടിയത്. ഇത് നമ്മൾ ഫോണിൽ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലെങ്ത്ത് എത്രയാണ് നമ്മൾ നോക്കിയപ്പോഴാണ് ഈ ഒരു അളവ് കിട്ടിയത്. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ലെങ്ത്ത് നോക്കിയപ്പോഴാണ്. അപ്പോൾ ഈ ഒരു 12 നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് 24 ആക്കിയത്. നമ്മൾ ഗ്രാഫ് പേപ്പറിലോട്ട് വരച്ച സമയത്ത് 24 സെൻറ്റിമീറ്റർ ആയിരുന്നു ആ വണ്ടി. പക്ഷേ അത് ഫോണിൽ നമ്മൾ നോക്കിയപ്പോൾ 12 സ്ക്രീനിൻ്റെ മുകളിൽ സ്കെയിൽ വെച്ച് ചെയ്തപ്പോൾ 12 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതുപോലെ ബ്രെഡ്ത്ത് 4.8 സെൻറ്റിമീറ്റർ ആയിരുന്നു ഫോണിൻ്റെ മുകളിൽ സ്കെയിൽ വെച്ച് ചെയ്തപ്പോൾ. അപ്പോൾ അതിന് എത്രയായിരിക്കും ഇതിൽ നമ്മൾ ഗ്രാഫ് പേപ്പറിലോട്ട് വരക്കുമ്പോൾ വരേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 24 / 12 ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ 24 / 12 ചെയ്യണം. 24 / 12 ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ 2 ഇതൊരാകും. അപ്പോൾ 4.8നെ 2 കൊണ്ട് ഗുണിക്കണം. ഈ ഒരു 2 ഈ ഒരു ആൻസർ കിട്ടുന്ന നമ്പർ കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. അപ്പോൾ 2 നമുക്കിവിടെ ആൻസർ കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് 4.8നെ ഗുണിക്കുക. ഓക്കെ, അപ്പോൾ 9.6 സെൻറ്റിമീറ്ററാണ് നമുക്ക് ആൻസർ കിട്ടിയത്. 9.6 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് വരിക. ഓക്കെ, നമ്മൾ സ്ക്രീനിൻ്റെ മുകളിൽ ലെങ്ത്ത് നോക്കിയ സമയത്ത് സ്കെയിൽ വെച്ച് നോക്കിയ സമയത്ത് 12 സെൻറ്റിമീറ്റർ ആയിരുന്നു നമുക്ക് ലെങ്ത്ത് കിട്ടിയത്. പക്ഷേ അത് ഗ്രാഫ് പേപ്പറിലോട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് 24 സെൻറ്റിമീറ്റർ ആകും. അതുപോലെ സ്ക്രീനിൻ്റെ മുകളിൽ സ്കെയിൽ വെച്ച് നോക്കിയ സമയത്ത് നമുക്ക് ബ്രെഡ്ത്ത് കിട്ടിയത് 4.8 സെൻറ്റിമീറ്ററാണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് 9.6 സെൻറ്റിമീറ്ററായി. 9.6 സെൻറ്റിമീറ്റർ ആയത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 24 / 12. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 2 നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ 4.8നെ 2 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 9.6 സെൻറ്റിമീറ്റർ ആൻസർ കിട്ടും. അപ്പോൾ 9.6 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ബ്രെഡ്ത്ത്. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ നമ്മുടെ ഫ്രണ്ട് വ്യൂ അത് എടുത്ത് എഡിറ്റ് ചെയ്യണം. എടുക്കുക, എന്നിട്ട് എഡിറ്റ് പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പോവുക. അതിനുശേഷം നമ്മൾ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ അകത്ത് 0.1 0.2 അങ്ങനത്തെ ഒരു ഇതില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായി കൊടുക്കുക. നേരത്തെ നമ്മൾ സൈഡ് വ്യൂ ചെയ്ത സമയത്ത് ടയറിൻ്റെ ഇതുമ്പാടെ കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിലും ടയർ കൂട്ടണം. പക്ഷേ നമ്മൾ സൈഡിലേക്ക് പോണ സമയത്ത് നമുക്ക് കിട്ടിയ 9.6 സെൻറ്റിമീറ്ററാണ്. കറക്റ്റ് ആ ഒരു 10 അല്ല വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൈഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വിട്ടിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഇത്രക്കൊക്കെ വിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പാടെ ചിലപ്പോൾ 1-2 വട്ടമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഈ അഡ്ജസ്റ്റ് ചെയ്യണതൊന്നും ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചു തരത്തില്ല. ഞാൻ ഫൈനലായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്തത് അതായിരിക്കും ഞാൻ കാണിക്കുക. അപ്പോൾ ഞാൻ ഇതിപ്പോൾ അപ്ലൈ കൊടുക്കുകയാണ്. അപ്ലൈ കൊടുത്ത് സേവും കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഈ ഒരു ഫോട്ടോ കിട്ടിയത്. അതിനുശേഷം നമ്മൾ ഒരു ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്നൊരു ആപ്പ് ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ആൽബത്തിൽ പോയിട്ട് ഈ ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഓപ്ഷൻ്റെ അകത്തോട്ട് പോയിട്ട് അത് 4 ഉണ്ടാവും. അത് മാറ്റിയിട്ട് 2 എന്നാക്കുക. അതിനുശേഷം ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓണാക്കിയിടുക. ഞാൻ ഇപ്പോൾ ഓണാക്കിയിടുകയാണ്. അതിനുശേഷം ഞാൻ ഈ ഒരു ഗ്രിഡിൻ്റെ കളർ ഈ ഒരു ഓപ്ഷനെ പോയിട്ട് മാറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ ഗ്രീൻ തന്നെയാണ് കൊടുത്തത്. സെൻറ്റിമീറ്ററിൻ്റെ അതിന് മില്ലിമീറ്ററിന് നമ്മളൊരു ബ്ലൂ കളറാണ് കൊടുത്തത്. അപ്പോൾ അതുതന്നെയാണ് ഞാൻ ഇതിലും കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഓപ്ഷൻ്റെ അകത്തോട്ട് പോയിട്ട് ഈ ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ ഹൈറ്റ് നോക്കുന്നത്. ഹൈറ്റ് വെക്കുന്നത് ആ ഒരു ഓപ്ഷനാണ്. അത് നമ്മൾ 7 സെൻറ്റിമീറ്റർ ആയിരുന്നു ഹൈറ്റ്. അപ്പോൾ കറക്റ്റ് 7 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുക്കുകയാണ്.
ഓക്കെ, അപ്പോൾ ഇതിൽ 7 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ലെങ്ത്ത് നോക്കുന്നത്, അല്ല സോറി ബ്രെഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് 9.6 ആയിരുന്നു നമുക്ക് വേണ്ടത്. പക്ഷേ 9.6 നമുക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ 10 ഇതിൽ കൊടുക്കുകയാണ്. 10 ആണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ നോക്കുന്ന സമയത്ത് ഏകദേശം 9.6 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്രെഡ്ത്ത് വരുന്നത്. കാരണം ഈ ഒരു ഇത് കണ്ടില്ല, ഇത് നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര വരും എന്നുള്ളത്. 9.6ൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, 9.6 വരുന്നില്ല. 9.6 വരുന്നില്ല. 9.6 ഒന്നും വരുന്നില്ല. നമ്മൾ 10 കൊടുത്തത് 9 സെൻറ്റിമീറ്ററൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു രീതിക്ക് നമുക്ക് മനസ്സിലായ സമയത്ത് ഇതൊന്നും പാടെ എഡിറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നും പാടെ എഡിറ്റ് ചെയ്യാം. ഈ ഒരു എഡിറ്റിൻ്റെ അകത്ത് തന്നെ ഒന്നും പാടെ നമുക്ക് അങ്ങോട്ട് ചെയ്യാം. ഇത് കുറച്ചും പാടെ കുറക്കുകയാണ് വേണ്ടത്. ഒരു ഏകദേശം ഒരു ഇവിടേക്ക് ഇത്രയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഒന്നും പാടെ നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്നും പാടെ സേവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത പണി ഒന്നും പാടെ നമുക്ക് ആ ഒരു പുതിയ ഫോട്ടോൻ്റെ അകത്തും പാടെ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്യാം. ഇഷ്ടമെന്നൊരു ഓപ്ഷൻ കളയാണ്. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് 9.6 ആണ്. 9.6 നമ്മൾ 10 ആണ് ഇടുന്നത്. പോയിൻ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഹൈറ്റ് 7 തന്നെയായിരുന്നു കൊടുത്തത്. ഓക്കെ, അപ്പോൾ അത്രയും കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഏകദേശം നോക്കുക, ഒരു 4 മില്ലിമീറ്ററിൻ്റെ ഒരു കുറവാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 4 മില്ലിമീറ്ററൊക്കെ നമുക്ക് കിട്ടിക്കാണും. ഏകദേശം ഇത് തന്നെ ആയിരിക്കും ഒരു 9.6 സെൻറ്റിമീറ്റർ ഏകദേശം വരുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ അടുത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. 9.6 ഏകദേശം ഈ ഒരു അളവ് തന്നെ ആയിരിക്കും വരിക. ഇനി നമുക്ക് മില്ലിമീറ്ററിൻ്റെയും പാടെ ചെയ്യാണ്ട് അതും പാടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നമ്മൾ സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്ന് പറഞ്ഞ ആപ്പ് പിന്നെ എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത ഒരു ഫോട്ടോ അത് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരണം. നേരത്തെ നമ്മൾ എഡിറ്റ് ചെയ്ത് സെൻറ്റിമീറ്ററിൻ്റെ ഇട്ട ഫോട്ടോ നമുക്ക് ഇതിലോട്ട് എടുക്കണം. നമുക്ക് ഇനി മില്ലിമീറ്ററും പാടെ ഇടണം. അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ്റെ അകത്തോട്ട് പോയിട്ട് അത് 1 എന്നാക്കുക. നേരത്തെ നമ്മൾ 2 എന്നാണ് ഇട്ടത്. അപ്പോൾ ഇത് 1 ആണ് ഇടേണ്ടത്. കാരണം സെൻറ്റിമീറ്ററിൻ്റെയും മില്ലിമീറ്ററിൻ്റെയും ലൈൻ ഒരേ സ്ഥലത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് രണ്ടും വേറെ വേറെ ആയി കാണാൻ പറ്റത്തില്ല. രണ്ടും 2 എന്നിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ സെൻറ്റിമീറ്ററിൻ്റെ ലൈന് കുറച്ചും പാടെ കൂട്ടിയിട്ടത്. അതിനുശേഷം ഇതിൻ്റെ കളർ ഞാൻ ജസ്റ്റ് മാറ്റുകയാണ്. ഈ ഗ്രിഡിൻ്റെ കളർ ഞാൻ മാറ്റുകയാണ്. നമ്മൾ നേരത്തേലും ബ്ലൂ ആണ് ഇട്ടിരുന്നത്. ബ്ലൂ ഇട്ടിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ നമുക്ക് സൂം ചെയ്ത് നോക്കിയാലൊക്കെ ഉള്ളൂ കാണാൻ പറ്റുക, എന്നാലും കുഴപ്പമില്ല. ആ ഒരു രീതിക്കാണ് ഞാൻ ചെയ്യാറുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് നമ്മൾ 10 സെൻറ്റിമീറ്ററാണ് കൊടുത്തത്. അത് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്റർ 10 × 5 അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 50 ആണ് വരിക. 10 × 5 50 കൊടുക്കണം. അതുപോലെ തന്നെ ഹൈറ്റ് 7 × 5 35. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് സേവ് ചെയ്യാം. ഏകദേശം 1 മില്ലിമീറ്ററുള്ളൂട്ടോ കുറഞ്ഞിട്ട്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഏകദേശം ഈ ഒരു അളവ് തന്നെ നമുക്ക് ചെയ്യാം. 10 ഇപ്പോൾ ഏകദേശം 9.8 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. 2 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. അല്ല നിങ്ങൾക്ക് 9.6 തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പാടെ എഡിറ്റ് ചെയ്യേണ്ടി വരും. എഡിറ്റ് ചെയ്ത് ഗാലറിയിൽ പോയി ഒന്നും പാടെ എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഏതൊരു വണ്ടിൻ്റെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുക്കാവുന്നതാണ്. എടുത്തിട്ട് A4 ഷീറ്റിലോട്ടോ അല്ലെങ്കിൽ ഗ്രാഫ് പേപ്പറിലോട്ടോ നിങ്ങൾക്ക് ഈസി ആയി തന്നെ വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു രീതിക്കുള്ളൊരു ഫോട്ടോ ഒരു ഫോട്ടോൻ്റെ അകത്ത് തന്നെ വണ്ടിൻ്റെ 3 പാർട്ടാണ് മെയിനായിട്ട് വേണ്ടത്. ഈ 3 പാർട്ട് കിട്ടിയില്ല എങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോ ഇപ്പോൾ ഞാൻ ചെയ്ത സമയത്ത് പജേറോ എന്ന് പറഞ്ഞ വണ്ടിക്ക് ഇതുപോലത്തെ ഫോട്ടോ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയില്ല, ഗൂഗിളിൻ്റെ അകത്തുനിന്ന് കിട്ടിയില്ല. അപ്പോൾ അങ്ങനത്തത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.